അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആരും ചിരിക്കരുതേ. ഭാഷാപരമായി പരിമിതികളുള്ളയാളാണ് ഞാൻ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? ഞാൻ ഭാഷാപരമായി മെച്ചപ്പെടുത്തേണ്ട ആളാണ്. അത് ഞാൻ തിരിച്ചറിയുന്ന ആളാണ്. ഇപ്പൊ മനസ്സിലായോ? നിനക്ക് മനസ്സിലായോന്ന്? മനസ്സിലായി. എന്ത് മനസ്സിലായി? പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ. എൻ്റെ ഭാഷയുടെ പരിമിതി എൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. എൻ്റെ ഭാഷാപരമായ പരിമിതിയെ, ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധമില്ല. ഞാൻ കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. താൻ കൊണ്ടുപോയി നുണ നട്ടു നോക്ക്. കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. നുണയല്ല സാറേ, എന്നെ വിശ്വസിക്കേ. അത് മെച്ചപ്പെടുത്താൻ ഇനിയും ശ്രമിക്കും എന്നാണ് എനിക്ക് അവർക്കുൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ്. ഞാൻ ആരാന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ചിരിച്ചു പോയനെ. ഇംഗ്ലീഷൊന്നും അറിയാത്ത മനുഷ്യരാണ് അവർ. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഇംഗ്ലീഷ് അധ്യാപനൊന്നും അല്ലല്ലോ റഹീം. റഹീമിന് അറിയാവുന്ന ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മളെല്ലാ ലാംഗ്വേജും അങ്ങനെയാണല്ലോ. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അല്ലാതെ ഇപ്പൊ ജനപ്രതിനിധി ആവുന്നവരെല്ലാരും പിന്നെ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഹിന്ദിയിലും. സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? അതിലൊക്കെ തന്നെ PhD എടുത്ത് നല്ല ഫ്ലുവൻ്റായി സംസാരിക്കുന്ന ആളാവണമെന്ന് നിർബന്ധം ഒരിടത്തും പറയുന്നില്ലല്ലോ. കുട്ടിക്കാലത്ത് കാരണവന്മാര് പള്ളിക്കൂടത്തിൽ പറഞ്ഞു വിടുമ്പോ പറങ്ങാണ്ടി പറക്കാൻ പോയാൽ എണ്ണി വാടും. എന്താ പറഞ്ഞു മനസ്സിലായില്ല. സൈബർ ആക്രമണം നടത്തുന്നവരുടെ എന്ന് പറയാൻ ഒരു മര്യാദകേടും അസൂയയും കുശുമ്പും. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഫ്ലാഷ് ബാക്ക്. എന്താ ഉറക്കം വരുന്നു? ഒക്കെ തെളിയിക്കുന്ന കാര്യമാണിത്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കാനാണ് അയാൾ പോയത്. അല്ലാതെ ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. എന്റെ വായ്പ അതൊരു പേരും പറഞ്ഞു ഇംഗ്ലീഷിൽ. എന്നെ പഠിപ്പിച്ച ഇംഗ്ലീഷ് സാർ മോശമായതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല.